ഹലോ എവ്രി വൺ. വേനൽക്കാലം വന്നു, അതുപോലെ തന്നെ ചൂടും കൂടി തുടങ്ങി. ഇപ്പൊ പകൽ സമയത്തൊക്കെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വലിയ മടിയുള്ള കാര്യമാണ്. പക്ഷെ അത്യാവശ്യ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഈ ചൂടുള്ള സമയത്ത് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക? ഒരു സ്കാർഫ് ഉപയോഗിച്ച് മുഖം കവർ ചെയ്യും അല്ലേ? അപ്പോൾ ഈ ചൂടേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 6 ഡിഫറെൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് സ്കാർഫ് ഉപയോഗിച്ച് മുഖം കവർ ചെയ്യുക എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1, പുറത്തേക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമ്പോൾ സിമ്പിളായി എങ്ങനെയാണ് സ്കാർഫ് വെച്ച് ഫേസ് കവർ ചെയ്യുക എന്ന് ആദ്യം നോക്കാം. ഈ സ്റ്റൈൽ ചെയ്യുന്നതിനായിട്ട് ഒരു സ്കാർഫ് എടുത്ത് ഇതുപോലെ 2ആയി മടക്കുക. ചെറിയ സ്കാർഫ് എടുത്താൽ മതിയാകും. ഇങ്ങനെ മടക്കിയ ശേഷം ഇത് നേരെ തലയുടെ പുറകിലായി കെട്ടിക്കൊടുക്കുക. മുഖം കവർ ചെയ്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ആവശ്യത്തിന് ടൈറ്റ് ആക്കണം. ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 ലെയർ ആയിട്ട് സ്കാർഫ് കിട്ടും. ഇതിൽ മുകളിലത്തെ ലെയർ തലയുടെ മുകളിലൂടെ വലിച്ച് ഇങ്ങനെ ഇടുക. കണ്ണു മാത്രം കാണുന്ന രീതിയിലാണ് ഇപ്പോൾ സ്കാർഫ് കെട്ടിയിട്ടുള്ളത്. ഫുൾ ഫേസും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റൈൽ ഇവിടെ തയ്യാറാണ്. നമ്പർ 2, ഈ സ്റ്റൈൽ ചെയ്യാനായി ഒരു സ്കാർഫ് എടുക്കുക. ഇത് ഇതുപോലെ തലയിലൂടെ ഇടണം. സ്കാർഫിന്റെ 2 സൈഡും ഇതുപോലെ അല്പം നീളം കൂടിയും അടുത്ത സൈഡ് ഇങ്ങനെ നീളം കുറഞ്ഞും വേണം എടുക്കാൻ. എന്നിട്ട് 2 ചെവിയുടെ സൈഡിലേക്കും ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അടുത്തതായി ഇതിന്റെ നീളം കൂടിയ അറ്റം എടുത്ത് ഇതുപോലെ ഫേസ് മുഴുവൻ കവർ ചെയ്ത് പുറകിൽ കെട്ടിയിടാം. സൈഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ രണ്ടാമത്തെ സ്റ്റൈലും ഇവിടെ റെഡി. നമ്പർ 3, ഈ സ്റ്റൈൽ ചെയ്യാനായി കുറച്ച് നീളമുള്ള സ്കാർഫ് എടുക്കുക. ഇത് ഇതുപോലെ 2ആയി മടക്കണം. ഒരു സൈഡ് അല്പം നീളം കൂടിയ രീതിയിൽ മടക്കിയാൽ മതി. എന്നിട്ട് നീളം കൂടിയ ഭാഗം മുന്നിൽ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ടിത് തലയുടെ പിന്നിൽ മുഖം കവർ ചെയ്ത് പുറകോട്ട് കെട്ടിക്കൊടുക്കാം. ഇത് കെട്ടിയതിനു ശേഷം നീളമുള്ള ഭാഗം ഇതുപോലെ എടുക്കുക. ഇതിങ്ങനെ പുറകിലൂടെ ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ തല കവർ ചെയ്ത ശേഷം 2 അറ്റവും പുറകിലായി കെട്ടുക. അങ്ങനെ മൂന്നാമത്തെ സ്റ്റൈലും ഇവിടെ എളുപ്പത്തിൽ റെഡിയായി കഴിഞ്ഞു. നമ്പർ 4, ഈ സ്റ്റൈൽ ചെയ്യാനായി സ്കാർഫ് കഴുത്തിലൂടെ ഇങ്ങനെ മുന്നോട്ടിടുക. ഒരറ്റം ചെറുതും ഒരറ്റം നീളമുള്ളതുമാകണം. ഇനി ഇത് തലയിലൂടെ എടുത്ത് ചെവിയുടെ സൈഡിലായി അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തതായി നീളമുള്ള അറ്റം ഇങ്ങനെ തലയിലൂടെ ചുറ്റി അടുത്ത സൈഡിലൂടെ കൊണ്ടുവരിക. ഈ എക്സ്ട്രാ ഭാഗം നമുക്ക് അടുത്ത സൈഡിൽ ഇങ്ങനെ വെക്കാം. ഇനി ബാക്കിയുള്ള ഒരു ഭാഗം എടുത്ത് മടക്കി മുഖം കവർ ചെയ്ത് പുറകിൽ കെട്ടുക. തലയുടെ പുറകിലും മുഖവും നന്നായി കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 4ാമത്തെ സ്റ്റൈലും വളരെ ഈസി ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്പർ 5, ഈ സ്റ്റൈലിനായി അല്പം നീളം കുറഞ്ഞ സ്കാർഫ് എടുക്കാം. ഇത് തലയിലൂടെ ഇട്ട് കവർ ചെയ്ത ശേഷം 2 അറ്റവും ഒരേ ലെങ്ത്തിൽ എടുക്കുക. സൈഡിലുള്ള 2 അറ്റം ചെവിയുടെ ഇടയ്ക്കായിട്ട് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. നെറ്റ് കവർ ചെയ്ത് വേണം ഇത് ഇടാനായിട്ട്. ഇനി ഒരു സൈഡ് എടുത്ത് അടുത്ത സൈഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അടുത്ത സൈഡും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യണം. ഇനി ഈ 2 അറ്റവും തലയുടെ പുറകിൽ കൊണ്ടുപോയിട്ട് നന്നായി കെട്ടിയിട്ട് കൊടുക്കുക. മുഖം നന്നായി കവർ ചെയ്തിട്ട് വേണം പുറകിൽ കെട്ടാനായിട്ട്. വളരെ ഈസിയായി ഫേസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ 5ാമത്തെ സ്റ്റൈലും ചെയ്തിരിക്കുകയാണ്. നമ്പർ 6, കുറച്ച് നീളമുള്ള സ്കാർഫാണ് ഈ സ്റ്റൈലിനായി ഉപയോഗിക്കുക. ഇതിങ്ങനെ ഒരു സൈഡ് നീളം കുറഞ്ഞു വരുന്ന രീതിയിൽ 2ആയി മടക്കുക. ഇനി ഇത് നീളമുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ പിടിച്ച് ഇതുപോലെ തലയിൽ കെട്ടിയിടുക. ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ നീളമുള്ള ഭാഗം മുൻപോട്ടെടുക്കുക. ഇതിന്റെ അറ്റം ഇതുപോലെ മടക്കി മുഖം കവർ ചെയ്ത് പുറകിൽ കെട്ടിയിടാം. വളരെ എളുപ്പത്തിൽ 6ാമത്തെ സ്റ്റൈലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മുഖം നന്നായി കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 സ്റ്റൈലുകളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ സ്കാർഫ് വെച്ച് ഫേസ് കവർ ചെയ്യുക എന്ന് കണ്ടില്ലേ? നിങ്ങളും പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ സ്റ്റൈലുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഒപ്പം ഒരു സൺഗ്ലാസും വെക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.